സ്റ്റിച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയി കാണുന്നവർക്കായി ക്ലാസ് 6-ൽ ചുരിദാറാണ് തയ്ക്കേണ്ടിയിരുന്നത്. ഇത് ക്ലാസ് 6 അല്ല. എനിക്ക് കുറേ വെഡ്ഡിംഗ് ഡ്രസ്സിൻ്റെ ഓർഡർ വന്നു. അത് അത്യാവശ്യമായി ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കരുതി വെഡ്ഡിംഗ് ഡ്രസ്സ് തയ്ക്കുന്ന വീഡിയോസ് നിങ്ങൾക്കായി ചെയ്യാമെന്ന്. ഡ്രസ്സുകളുടെ വർക്ക് കഴിഞ്ഞാലുടൻ നമുക്ക് ക്ലാസ് 6-ലെ ചുരിദാർ തയ്ക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ഒരു വെഡ്ഡിംഗ് ഗൗണാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇന്ന് ഞാനിവിടെ ഒരു 10 മീറ്റർ തുണിയിലാണ് വെഡ്ഡിംഗ് ഗൗൺ ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ ഞാൻ മടക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തതുപോലെ അംബ്രല കട്ടിന് വെട്ടുന്നത് പോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് മടക്കണം. ഇനി നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഇടുപ്പ് വണ്ണം 10 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ അംബ്രല സ്കേർട്ട് പഠിച്ചതുപോലെ തന്നെ മുകൾ ഭാഗം 10 ഇഞ്ച് അടയാളപ്പെടുത്തി ഇടുപ്പ് വണ്ണം വരച്ചു. ഇനി 40 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. ഇങ്ങനെ ഫുള്ളായി റൗണ്ട് ചെയ്ത് 40 എടുക്കണം. എന്നിട്ടിങ്ങനെ റൗണ്ട് ചെയ്ത് വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ മുകൾ ഭാഗം കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ താഴ്ഭാഗം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യണം. ലൈനിങ്ങിലും ഇതുപോലെ സ്കേർട്ട് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കേണ്ടത് ബോഡിയുടെ അളവാണ്. ഇറക്കം 17, വണ്ണം 11.5. എന്നിട്ട് കഴുത്തകലം 2.5 ഇഞ്ച്, ഷോൾഡർ 4 ഇഞ്ച്, ബാക്ക് കഴുത്തിറക്കം 3.5, ഫ്രണ്ട് കഴുത്തിറക്കം 6, കൈക്കുഴി 7.5. ഈ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഫസ്റ്റ് മുതൽ തയ്യൽ പഠിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പഠിച്ചു കഴിഞ്ഞവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കഴുത്തിൻ്റെ മോഡൽ വരയ്ക്കണം. ഇനി താഴ്ഭാഗത്തെ വണ്ണം 11. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഈ ഭാഗം ഒരല്പം അരയിഞ്ച് കയറ്റി വെക്കണം. ഇങ്ങനെ കൈക്കുഴി വെട്ടാം. ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ മാറ്റി ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുക്കാം.
ഈ ഒരു മോഡൽ കഴുത്താണ് ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത്. ഇനി കൈ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇറക്കം ഇതൊരു 3/4 കൈയാണ്. ഇറക്കം 17, വണ്ണം 9.5. ഈ സൈഡിലും 17 എടുത്ത് 3.5 ഇഞ്ച് കൈക്കുഴി വരച്ച ശേഷം ഇങ്ങനെ വരച്ച് താഴ്ഭാഗത്തെ ഷേപ്പ് 2 ഇഞ്ച് എടുത്ത് ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി വരച്ച് കൈ വെട്ടിയെടുക്കാം. നടുഭാഗം അറിയാനായി ഇവിടെ ഒരു ചെറിയ ഡോട്ട്. ഈ ലൈനിങ് വെച്ച് തന്നെ ഫ്രണ്ടിൽ വെക്കേണ്ട തുണിയും അതേ അളവിൽ വെട്ടിയെടുക്കാം. ഇത് ഫ്രണ്ട് പോർഷനാണ്. ബാക്ക് പോർഷൻ ഞാൻ വെട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് വെക്കുന്നത്. ഇനി കൈയും ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മൾ വെഡ്ഡിംഗ് ഗൗൺ കട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വെഡ്ഡിംഗ് ഗൗൺ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം. അസ്സലാമു അലൈക്കും.